അസ്സലാമലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മുട്ട പുഴുങ്ങാതെ തന്നെ എങ്ങനെ മുട്ട ബജി ഉണ്ടാക്കാമെന്നാണ്. മിക്കവർക്കും അറിയാമായിരിക്കും, എന്നാലും ഇപ്പോൾ ഈ നോമ്പിൻ്റെ സമയത്ത് നമുക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു സ്നാക്കാട്ടോ ഇത്. പെട്ടെന്ന് തന്നെ നമ്മൾ നോമ്പ് ബാങ്ക് വിളിക്കാനായിട്ട് കുറച്ച് നേരം മുമ്പ് വേണമെങ്കിൽ ഉണ്ടാക്കാവുന്നുള്ളൂ. നല്ല ടേസ്റ്റിയുമാണ്, എന്നാൽ സിമ്പിളുമാണ് കേട്ടോ. ഞാനിവിടെ എടുത്തേക്കുന്നത് 3 മുട്ടയാണ്. അപ്പോൾ അതിലേക്ക് കുറച്ച് മുളക് പൊടിയും ഉപ്പും ഇട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുക്കണം. മുളക് പൊടിയേക്കാളും നല്ലത് കുരുമുളക് പൊടിയാണ്. എൻ്റെ കയ്യിൽ അപ്പം ഉണ്ടാകാത്തത് കൊണ്ട് ഞാൻ മുളക് പൊടി ഇട്ടതാണ് കേട്ടോ. അതിനുശേഷം അടുപ്പത്തൊരു പാൻ വെച്ച് നമ്മൾ സാധാരണ മുട്ട എങ്ങനെയാണോ പൊരിച്ചെടുക്കുന്നത് അതുപോലെ പൊരിച്ചെടുക്കണം. അത്യാവശ്യം കട്ടി വേണം, തീരെ കട്ടി കുറയ്ക്കരുത് കേട്ടോ. അങ്ങനെ 2 സൈഡും വേവിച്ചതിന് ശേഷം, സാധാരണ മുട്ട പൊരിക്കുന്നത് പോലെ വേവിച്ചതിന് ശേഷം നമ്മളെന്താ ചെയ്യണേ, അത് ചെറിയ ചെറിയ പീസാക്കി നമുക്ക് എങ്ങനത്തെ ഷേപ്പിലാണോ ബജ്ജി വേണ്ടത്, മുട്ട ബജ്ജി വേണ്ടത്, ആ ആകൃതിയിൽ പീസാക്കണം കേട്ടോ. അതിന് ശേഷം നമ്മൾ കുറച്ച് കടലമാവ് എടുത്തിട്ടുണ്ട്. നേരത്തെ സെയിം രീതി തന്നെ ആ കടലമാവിലേക്ക് കുറച്ച് മുളക് പൊടിയും കുറച്ച് ഉപ്പും കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ അതും ഇടണം. കുരുമുളക് പൊടി എൻ്റെ കയ്യിലില്ലാത്തത് കൊണ്ട് ഞാൻ ഇടാത്തതാണ്. എന്നിട്ട് നന്നായിട്ട് അടിച്ചെടുത്തതിന് ശേഷം ഒരുപാട് ലൂസും ആവരുത്, അത്യാവശ്യം പാകത്തിന് നമുക്കറിയാമല്ലോ അതിൻ്റെ പാകം. കുറേശ്ശെ വെള്ളം ചേർത്തുകൊണ്ട് അടിച്ചെടുക്കണം കേട്ടോ. അതിന് ശേഷം നമ്മൾ നേരത്തെ പൊരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന മുട്ടയുണ്ടല്ലോ, നമ്മുടെ ഇഷ്ടത്തിന് കട്ട് ചെയ്തെടുക്കുക. എങ്ങനെ വേണം, എത്ര വലുപ്പം വേണം എന്നൊക്കെ ഓർത്തിട്ട് ആകൃതിയൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ സമയമുണ്ടെങ്കിൽ അതുപോലെ കട്ട് ചെയ്തെടുക്കുക. പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടമാവും. നല്ല എളുപ്പമാണ് കേട്ടോ ഉണ്ടാക്കാനായിട്ട്. ഒരു 5-10 മിനിറ്റ് മതി. അതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന മിക്സിയിലേക്ക് ഈ മുട്ട നന്നായിട്ട് മുക്കിയിട്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. കാരണം ഓൾറെഡി ഈ മുട്ട കുക്ക് അയക്കുന്നതാണ്. പിന്നെ അതിന് ശേഷം ജസ്റ്റ് ആ മാവൊന്ന് വെന്ത് കിട്ടിയാൽ മതി. അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണയിലേക്ക് ഒരു 3-4 വീതം ഇട്ടാൽ മതി. അപ്പോൾ തന്നെ ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമുക്ക് കോരിയെടുക്കാം കേട്ടോ. 2 സൈഡ് മറിച്ചിട്ടിട്ട് ഒത്തിരി നേരം വെച്ചാൽ കരിഞ്ഞു പോകും. സംഭവം റെഡി ആയിട്ടോ. അങ്ങനെ 3 മുട്ടയല്ലേ ഉള്ളൂ. അത്യാവശ്യം കുട്ടികൾക്കൊക്കെ നമ്മൾ അതിൻ്റെ സോസും കൂട്ടി തിന്നാനായിട്ട് സംഭവം ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതിഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റ് കേട്ടോ, വെറുതെ ആവില്ല. അപ്പോൾ വീണ്ടും കാണാം.